ശബരിമല സന്നിധാനം ശരണമന്ത്രമുഖരിതം ഇന്നും ഭക്തജനത്തിരക്ക് തുടരുന്നു. ഇന്നലെ ദർശനം നടത്തിയത് 70,000-ഓളം പേർ. വിവരങ്ങളുമായി എം മനോജ് ചേരുന്നു. മനോജ്, സന്നിധാനത്ത് ഇപ്പോഴും തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. ഇന്ന് അവധി ദിവസമാണ്, അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ തന്നെ വലിയ ഭക്തജന തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്. രാവിലെ മുതൽ തന്നെ നിരവധി ഭക്തർ, അതായത് വലിയൊരു തിരക്ക് തന്നെയാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടത്. എന്തായാലും ഇപ്പോൾ തിരക്കിനൊരു ശമനമുണ്ട്. സന്നിധാനത്ത് ഈ സോപാനത്തിലേക്ക് എത്തുന്ന ആ ഒരു തിരക്ക് മാത്രമേ നമുക്കിപ്പോൾ ഇവിടെ അനുഭവപ്പെടുന്നുള്ളൂ. എന്തായാലും നിരവധി ഭക്തർ ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ ഇങ്ങോട്ടേക്ക് രാവിലെ ശരണമന്ത്രങ്ങളൊക്കെ വിളിയോടെ ഇങ്ങോട്ടേക്ക് 18-ാം പടി ചവിട്ടി എത്തുന്നുണ്ട്. എന്തായാലും ആ ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മൾ സന്നിധാനത്ത് നിന്നും കാണുന്നത്. ശരണമന്ത്ര മുഖരിതം തന്നെയാണ്. ഇന്ന് രാവിലെയോടുകൂടി തന്നെ പുലർച്ചെ 3 മണിക്കാണ് നട തുറന്നത്. എന്തായാലും ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി നട അടയ്ക്കും. വീണ്ടും 3 മണിക്കാണ് നട തുറക്കുക. രാത്രി ഹരിവരാസനം പാടി 11 മണിയോടെ വീണ്ടും നട അടയ്ക്കും. രാവിലെ മുതൽ തന്നെ നെയ്യഭിഷേകം നടക്കുന്നുണ്ട്. ഉഷപൂജ കഴിഞ്ഞു. അതിനുശേഷം 12 അരയോടുകൂടി തന്നെയാണ് ഉച്ചപൂജ നടക്കുക. വൈകിട്ട് ദീപാരാധന 6:30-ക്കുണ്ടാകും. അത് കഴിഞ്ഞ് 9:30 അത്താഴ പൂജ. അതൊക്കെയാണ് പൂജാക്രമങ്ങൾ. എന്തായാലും ഭക്തജനങ്ങളൊക്കെ തന്നെ ഇരുമുടിക്കെട്ടുമേന്തി അങ്ങനെ കാത്തു നിൽക്കുകയാണ്. കുഞ്ഞു മാളികപ്പുറങ്ങളും അതോടൊപ്പം കുഞ്ഞു മണികണ്ഠന്മാരും ഒക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ നിരവധി ഭക്തർ, അത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഓരോ ദിവസവും ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. മലയാളികളായിട്ടുള്ള അയ്യപ്പന്മാർ നിരവധിയുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം 70,000-ഓളം പേർ ഇത്തരത്തിൽ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത് ഇങ്ങോട്ടേക്ക് ദർശനത്തിനെത്തിയിരുന്നു. അതോടൊപ്പം തന്നെ പുല്ലുമേട് വഴി എത്തുന്ന സ്വാമിമാർ 400-ലധികം സ്വാമിമാരാണ് കഴിഞ്ഞ ദിവസം പുല്ലുമേട് വഴിയൊക്കെ എത്തിയത്. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സന്നിധാനത്തെ തിരക്ക് കഴിഞ്ഞ ദിവസം നല്ല തിരക്കുണ്ടായിരുന്നു. ഇന്നും രാവിലെ മുതൽ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. നമ്മൾ കാണുന്നത് ഈ സോപാനത്തിന്റെ സന്നിധാനത്ത് അയ്യനെ കാണാൻ ഭക്തജന തിരക്ക് തുടരുക തന്നെയാണ്. എം മനോജാണ് വിവരങ്ങൾ നൽകിയത്.